അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന മൊഡ്യൂൾ 2 ആണ്. മൊഡ്യൂൾ 2 എന്ന് പറയുമ്പോഴത്തേക്ക് കോംപ്ലക്സ് ഫംഗ്ഷൻ ആണ് നമുക്ക് ഇതിനകത്ത് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത്. അപ്പോൾ ഈ മൊഡ്യൂൾ 2 മുതലാണ് നമ്മൾ കോംപ്ലക്സ് അനാലിസിസ് ആണ് വരുന്നത്. മൊഡ്യൂൾ 3, 2, 3, 4 എല്ലാം കോംപ്ലക്സ് അനാലിസിസ് ആണ് പഠിക്കുന്നത്. കോംപ്ലക്സ് സെക്കൻഡ് മൊഡ്യൂളിനകത്ത് കോംപ്ലക്സ് ഫംഗ്ഷനെ പറ്റി പഠിക്കുന്നു. ഇനി അതിനുശേഷം കോംപ്ലക്സ് ഫംഗ്ഷനിൽ തന്നെ മാപ്പിംഗ്, ഒരു പ്ലെയിനിൽ നിന്ന് മറ്റൊരു പ്ലെയിനിലേക്ക് ചില ട്രാൻസ്ഫോർമേഷൻസ് ഉപയോഗിച്ചിട്ട് നമ്മൾ മാപ്പ് ചെയ്യുമ്പോൾ എന്ത് ഇമേജ് കിട്ടുന്നു എന്ന് നമ്മൾ പഠിക്കുന്നു. അതിനുശേഷം പിന്നെ അടുത്ത മൊഡ്യൂളിൽ വരുമ്പോൾ കോംപ്ലക്സ് ലൈൻ ഇന്റഗ്രൽ ആണ് പിന്നെ പഠിക്കുന്നത്, തേർഡ് മൊഡ്യൂൾ. പിന്നെ അതിന്റെ തന്നെ പ്രോപ്പർട്ടീസ് വെച്ചിട്ടുള്ള റെസിഡ്യൂ ഓഫ് എ ഫംഗ്ഷൻ, കോഷി റെസിഡ്യൂ തിയറം, അങ്ങനെയൊക്കെയുള്ള കോണ്ടൂർ ഇന്റഗ്രേഷൻ, അങ്ങനെയൊക്കെ ഉള്ളതാണ് നമ്മൾ മൊഡ്യൂൾ 4 പഠിക്കുന്നത്. അപ്പോൾ 2, 3, 4 എന്ന് പറയുന്നത് കണക്റ്റഡ് ആയിട്ടുള്ള സംഭവമാണ് വരുന്നത്. അപ്പൊ ആദ്യം കോംപ്ലക്സ് ഫംഗ്ഷൻ എന്താണെന്ന് പറയുന്നതിന് മുന്നേ നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ള കോംപ്ലക്സ് നമ്പർ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, കോംപ്ലക്സ് നമ്പർ എന്ന് പറയുമ്പോൾ അറിയാം, Z ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ ആണ് കോംപ്ലക്സ് നമ്പർ. ഇതിൽ എക്സ് എന്ന് പറയുന്നത് റിയൽ പാർട്ട് ആണ്. അപ്പൊ നമ്മൾ റിയൽ ഓഫ് ഇസഡ് എന്നാണ് റെപ്രസെന്റ്. റിയൽ ഓഫ് ഇസഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എക്സ് ആണ്. ഇമാജിനറി പാർട്ട് ഇമാജിനറി ഓഫ് ഇസഡ് ആണ്. ഇമാജിനറി പാർട്ട് എന്താണ്? വൈ ആണ്. ഓക്കെ, അപ്പൊ ഞാനൊരു എക്സാമ്പിൾ, ഞാനൊരു കോംപ്ലക്സ് നമ്പർ Z ഈസ് ഈക്വൽ ടു 2 + 3a എന്നൊരു കോംപ്ലക്സ് നമ്പർ എഴുതിയാൽ ഇതിന്റെ റിയൽ ഓഫ് ഇസഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 2 ആണ്. ഇമാജിനറി ഓഫ് ഇസഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 3 ആണ്. ഇമാജിനറി പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഐ ഉള്ള ടേം ആണ്. ഐ കൂടെ ഏതാണോ കിടക്കുന്നത് അതാണ് ഇമാജിനറി പാർട്ട് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ ഇത്രയും? ഓക്കെ അല്ലേ? അപ്പൊ റിയൽ പാർട്ട് എങ്ങനെ കണ്ടുപിടിക്കാം? ഐ ഇല്ലാത്ത ടീമിനെയാണ് റിയൽ പാർട്ട് എന്ന് പറയുന്നത്. ഐ ഉള്ള ടീം, ഐ കൂടെയുള്ള ടീമാണ് ഇമാജിനറി പാർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ ഐയുടെ വാല്യൂ എന്താണ്? ഐയുടെ വാല്യൂ എന്താണ്? √-1 ആണ്. ഐ സ്ക്വയറിന്റെ വാല്യൂ എന്താണ്? ഐ സ്ക്വയർ -1 ആണ്. അപ്പൊ ഐ ക്യൂബിന്റെ വാല്യൂ എങ്ങനെ കാണാം? ഐ ക്യൂബിനെ നമുക്ക് ഐ സ്ക്വയർ ഇൻറ്റു ഐ എന്ന് എഴുതാം. ഐ സ്ക്വയറിന്റെ വാല്യൂ -1 ആണ്. അപ്പൊ -1 ഇൻറ്റു ഐ മൈനസ് ഐ എന്ന് കിട്ടും. അപ്പൊ I⁴ എന്ത് വരും? I⁴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ സ്ക്വയർ ഇൻറ്റു ഐ സ്ക്വയർ എന്ന് എഴുതാമല്ലോ. അപ്പൊ നമുക്ക് എന്താ? -1 ഇൻറ്റു -1 1. അപ്പൊ നിങ്ങൾ മനസ്സിൽ ഓർത്ത് വെക്കേണ്ടതാണ്, ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ √-1 ആണ്. ഐ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? -1 ആണ്. ഐ ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -i ആണ്. I⁴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണ്. ഇത്രയും വാല്യൂസ് നിങ്ങൾ ഓർമ്മയിൽ ഇരിക്കണം. അപ്പോ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഇനി ഇതിന്റെ പ്രോപ്പർട്ടീസിനകത്ത് നമ്മൾ രണ്ട് കോംപ്ലക്സ് നമ്പർ തമ്മിൽ ആഡ് ചെയ്താൽ എന്ത് കിട്ടുന്നു? അഡീഷൻ ഓഫ് 2 കോംപ്ലക്സ് നമ്പർ. അഡീഷൻ, ഞാൻ അഡീഷൻ എന്ന് എഴുതുന്നോളൂ, ഷോർട്ടാക്കി എഴുതുന്നത്. അഡീഷൻ ഓഫ് 2 കോംപ്ലക്സ് നമ്പേഴ്സ് എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ Z1 എന്ന് പറയുന്നത് എനിക്കൊരു കോംപ്ലക്സ് നമ്പർ, x1 + i_y1 എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് നമ്പർ ഉണ്ട്. അതേപോലെ തന്നെ Z2 എന്ന് പറഞ്ഞിട്ട് മറ്റൊരു കോംപ്ലക്സ് നമ്പർ x2 + i_y2 ഉണ്ടെങ്കിൽ Z1 + Z2 കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്? Z1 എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പറിന്റെ റിയൽ പാർട്ടുകളാണ് ആഡ് ചെയ്യേണ്ടത്. ഓക്കെ, റിയൽ പാർട്ടുകൾ തമ്മിൽ ആഡ് ചെയ്യും. രണ്ട് കോംപ്ലക്സ് നമ്പർ ആഡ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ റിയൽ പാർട്ടുകൾ തമ്മിൽ ആഡ് ചെയ്യണം. അതേപോലെ തന്നെ അതിന്റെ ഇമാജിനറി പാർട്ടുകൾ തമ്മിൽ ആഡ് ചെയ്യണം. അപ്പൊ ഇതിന്റെ റിയൽ പാർട്ട് എന്താണ്? x1. ഫസ്റ്റ് കോംപ്ലക്സ് നമ്പറിന്റെ റിയൽ പാർട്ട് എന്താണ്? x1 ആണ്. അപ്പൊ x1 പ്ലസ് അടുത്ത റിയൽ പാർട്ട് എന്താണ്? Z2 x2 ആണ്. പ്ലസ് അടുത്ത i ഇൻറ്റു ഇമാജിനറി പാർട്ടുകൾ തമ്മിൽ ആഡ് ചെയ്യുന്നു. അപ്പൊ എന്ത് കിട്ടുന്നു? y1 + y2. ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഇനി സബ്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, രണ്ട് കോംപ്ലക്സ് നമ്പറുകൾ സബ്സ്ട്രാക്ട് ചെയ്യുക. അപ്പോ മുകളിൽ എഴുതിയിട്ടുള്ള Z1 Z2 തന്നെയാണ്. ഞാനപ്പോ ഇവിടെ Z1 - Z2 ചെയ്യുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് കോംപ്ലക്സ് നമ്പറിന്റെ റിയൽ പാർട്ട് നിന്നും സെക്കൻഡ് കോംപ്ലക്സ് നമ്പറിന്റെ റിയൽ പാർട്ട് കുറയ്ക്കുന്നു. പ്ലസ് ഐ ഇൻറ്റു ഫസ്റ്റ് കോംപ്ലക്സ് നമ്പറിന്റെ ഇമാജിനറി പാർട്ടിൽ നിന്നും സെക്കൻഡ് കോംപ്ലക്സ് നമ്പറിന്റെ ഇമാജിനറി പാർട്ട് കുറയ്ക്കുന്നു. ഓക്കെ അല്ലേ? അപ്പൊ അഡീഷന് സബ്സ്ട്രാക്ഷന് മനസ്സിലായല്ലോ. ഇനി നമ്മൾ ജസ്റ്റ് ഞാൻ രണ്ട് കോംപ്ലക്സ് നമ്പറുകൾ ആഡ് ചെയ്ത് കാണിക്കാം. ഇപ്പോൾ എനിക്കൊരു കോംപ്ലക്സ് നമ്പർ Z1 എന്ന് പറയുന്നത് 2 + 3a എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് നമ്പറും Z2 എന്ന് പറയുന്നത് 3 + 4i എന്ന് പറയുന്ന മറ്റൊരു കോംപ്ലക്സ് നമ്പറും ഉണ്ടെങ്കിൽ Z1 + Z2 എങ്ങനെയാണ് വരുന്നത്? റിയൽ പാർട്ടുകൾ തമ്മിൽ ആഡ് ചെയ്യുക. അപ്പൊ 2 + 3 എന്താണ്? 5 പ്ലസ് ഇമാജിനറി പാർട്ട് എന്താ? 3 + 4 എന്താണ്? 7i. ക്ലിയർ ആണല്ലോ? 5 + 7i ആണ് ആൻസർ. റിയൽ പാർട്ടുകൾ തമ്മിൽ ആഡ് ചെയ്യുന്നു. 2ഉം 3ഉം കൂടെ ആഡ് ചെയ്തു, അതാണ് 5. പ്ലസ് ഇമാജിനറി പാർട്ടുകൾ തമ്മിൽ ആഡ് ചെയ്യുന്നു. അപ്പൊ i ഇൻറ്റു 3 + 4
7. അപ്പോൾ 7i. ക്ലിയർ ആണല്ലോ? ഇതേപോലെ തന്നെയാണ് നമ്മൾ സബ്സ്ട്രാക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇതൊക്കെ നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ളതാണ്. ഇനി അടുത്തത് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മൾട്ടിപ്ലിക്കേഷൻ? Z1 is equal to x1 plus iy1 എന്നും Z2 is equal to x2 plus iy2 എന്നും ഉണ്ടെങ്കിൽ Z1 into Z2 ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? x1 plus iy1 into x2 plus iy2 ചെയ്യുന്നു. ഇനി നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ആക്കി മൾട്ടിപ്ലൈ ചെയ്താൽ മതി. നമുക്കറിയാവുന്നതാണ് x1 into x2 എന്താണ്? x1 x2 പ്ലസ് x1 into iy2. അപ്പൊ എന്ത് കിട്ടുന്നു? ix1y2 പ്ലസ് അടുത്തത് ഇത് ഇൻറ്റു ഇത് i ഇൻറ്റു y1 x2 അതായത് x2 y1 പ്ലസ് അടുത്തത് i ഇൻറ്റു i സ്ക്വയർ ഇൻറ്റു y1 y2. നോർമലി നമ്മൾ എങ്ങനെയാണോ രണ്ട് ടേംസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നത് അതേപോലെ തന്നെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അത്രയേ ഉള്ളൂ. ക്ലിയർ? ഓക്കെ അല്ലേ? ഇനിയിപ്പോൾ നമുക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ x1 x2 പ്ലസ് ഇത് നോക്കൂ, ഇമാജിനറി പാർട്ട് നോക്കിയേ, രണ്ടെണ്ണം ഇല്ലേ? രണ്ട് ഇമാജിനറി പാർട്ട്. അപ്പൊ അവിടെ നിന്ന് നമുക്ക് i എടുത്ത് വെളിയിലിട്ടാൽ എന്താകുന്നു? x1 y2 പ്ലസ് x2 y1 എന്നാകും. i സ്ക്വയറിന്റെ വാല്യൂ എന്താണ്? -1 അല്ലേ? അപ്പൊ മൈനസ് y1 y2. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഇനി ഇവിടെ നോക്കൂ, ഇവിടെ റിയൽ പാർട്ടുകൾ എത്ര എണ്ണം ഉണ്ട്? രണ്ട് റിയൽ പാർട്ട് ഇല്ലേ? അപ്പൊ എന്ത് കിട്ടുന്നു? അത് ഒന്നിച്ചെഴുതുക. റിയൽ പാർട്ടുകൾ തമ്മിൽ ഒന്നിച്ചെഴുതണം എപ്പോഴും. ഓക്കെ, പ്ലസ് i ഇൻറ്റു x1 y2 പ്ലസ് x2 y1. ക്ലിയർ? ഇതിപ്പോ നിങ്ങൾക്ക് ഇതിപ്പോ x1 x2 x3 അങ്ങനെ x1 x2 ഒക്കെ വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും. അതിനായിട്ട് ഞാനിപ്പോ ഒരു പ്രോബ്ലം ചെയ്ത് കാണിച്ചു. ഇപ്പൊ എന്റെ ഒരു കോംപ്ലക്സ് നമ്പർ -2 പ്ലസ് 3a എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് നമ്പറും അടുത്തൊരു കോംപ്ലക്സ് നമ്പർ ഞാൻ 4 - 2 എന്ന് പറയുന്ന മറ്റൊരു കോംപ്ലക്സ് നമ്പർ ഉണ്ട്. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അപ്പം -2 ഇൻറ്റു 4 എന്താണ്? -8. അടുത്തത് -2i എന്താണ്? എന്ത് കിട്ടുന്നു? മൈനസ് പോസിറ്റീവ് അല്ലാന്ന്. അപ്പോൾ അവിടെ മൈനസ് പോസിറ്റീവ് ആയിട്ടുണ്ട്. പിന്നെന്താ വരുന്നത്? 2 ഇൻറ്റു 2 4i. ക്ലിയർ? ഇനി പ്ലസ് ഇടുന്നു 3i ഇൻറ്റു 4 എന്താണ്? 12i. 3i ഇൻറ്റു -2i. അപ്പൊ എന്ത് കിട്ടുന്നു? -3 ഇൻറ്റു 2 16i സ്ക്വയർ എന്ന് കിട്ടുന്നു. ഓക്കെ അല്ലേ? ഇനി ഇവിടെ അടുത്ത സ്റ്റെപ്പ് എന്ത് വരുന്നു? -8 പ്ലസ് ഇത് കണ്ടോ? 4i പ്ലസ് 12i എന്താണ്? 16i അല്ലേ? ഇവിടെ നോക്കൂ, i സ്ക്വയറിന്റെ വാല്യൂ എന്താണ്? -1 അല്ലേ? അപ്പൊ ഇവിടെ ഒരു -6 ആണ്. അപ്പൊ -6 ഇൻറ്റു i സ്ക്വയർ ആണ്. അപ്പൊ -6 ഇൻറ്റു -1 പ്ലസ് 6 ആയി മാറുന്നു. റിയൽ പാർട്ട് ഏതൊക്കെയുണ്ട്? -8 പ്ലസ് 6 ആണ്. അപ്പൊ അത് ഒന്നിച്ചെഴുതാം. -8 പ്ലസ് 6 പ്ലസ് 16i. -8 പ്ലസ് 6 എന്താണ്? -8 പ്ലസ് 6? -2 പ്ലസ് 16i. ഓക്കെ, ഇങ്ങനെയാണ് രണ്ട് കോംപ്ലക്സ് നമ്പറുകൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ക്ലിയർ? നെക്സ്റ്റ് കോൺജുഗേറ്റ്. കോൺജുഗേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോംപ്ലക്സ് നമ്പർ z is equal to x plus iy ആണെങ്കിൽ ഇതിന്റെ കോൺജുഗേറ്റ് z ബാർ എന്നാണ് സൂചിപ്പിക്കുന്നത്. z ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x മൈനസ് iy ആയി. ഓക്കെ, അപ്പൊ z എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പറിന്റെ കോൺജുഗേറ്റ് z ബാർ എങ്ങനെയാ വന്നത്? x മൈനസ് iy. അപ്പൊ അതിൽ നിന്ന് എന്താ നിങ്ങൾക്ക് മനസ്സിലായത്? ഇമാജിനറി പാർട്ടിന്റെ തൊട്ട് ഫ്രണ്ടിലെ സൈൻ ആണ് കോൺജുഗേറ്റിൽ മാറ്റേണ്ടത്. ക്ലിയർ ആണല്ലോ? ഇമാജിനറി പാർട്ട് ഏതാണ്? ഇതാണ് ഇമാജിൻ. അതിന് തൊട്ട് ഫ്രണ്ടിലെ സൈൻ മാറ്റിയാൽ കോൺജുഗേറ്റ് ആയി മാറുന്നു. ക്ലിയർ? ക്ലിയർ അല്ലേ? അപ്പോൾ ഞാൻ ഇവിടെ ഒരു എക്സാമ്പിൾ z is equal to 2 plus 3a എന്ന് എഴുതി കഴിഞ്ഞാൽ ഇതിന്റെ കോൺജുഗേറ്റ് z ബാർ എന്തായി മാറുന്നു? 2 minus 3i ആയി മാറുന്നു. ക്ലിയർ ആണോ? അപ്പോൾ ഞാൻ മറ്റൊരു എക്സാമ്പിൾ z is equal to -1 plus 2i എഴുതിയാൽ ഇതിന്റെ z ബാർ എന്തായി മാറും? -1 minus 2i. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ കോൺജുഗേറ്റ് എടുക്കുന്നത്. അപ്പൊ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക,
പലരും ഈ സംഭവങ്ങളെല്ലാം ഇപ്പൊ ഞാൻ പറയുമ്പോൾ എല്ലാം ഓക്കെയാണ്. കോഞ്ചുഗേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമാജിനറി പാർട്ടിന്റെ തൊട്ട് ഫ്രണ്ടിലെ സൈൻ മാറ്റണം എന്നെല്ലാം പഠിപ്പിച്ചു വിടും. എന്നിട്ട് പ്രോബ്ലം ചെയ്യുമ്പോഴത്തേക്ക് കോഞ്ചുഗേറ്റ് എടുക്കേണ്ട വരുമ്പോഴത്തേക്ക് ഡൗട്ടാ. ഇപ്പൊ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ വരുന്നു 2i + 1, ഇതിന്റെ കോഞ്ചുഗേറ്റ് എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഇതിന്റെ കോഞ്ചുഗേറ്റ് എന്താ? 2i + 1ന്റെ കോഞ്ചുഗേറ്റ് എന്തായിരിക്കും വരുന്നത്? -2i + i ആണ് വരുന്നത്. ക്ലിയർ ആണോ? ഇമാജിനറി പാർട്ടിന് തൊട്ട് ഫ്രണ്ടിലെ സൈനാ മാറ്റേണ്ടത്. ഇവിടെ ഇമാജിനറി പാർട്ടി 2i ആണ്, 2 ആണ്. അതിന് തൊട്ട് ഫ്രണ്ടിൽ പോസിറ്റീവാ. അത് കോഞ്ചുഗേറ്റ് എടുക്കുമ്പോൾ എന്തായി മാറുന്നു? നെഗറ്റീവ് ആക്കി മാറ്റുന്നു. ക്ലിയർ? ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ ആണല്ലോ? പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടല്ലോ? ഇമാജിനറി പാർട്ടിന് തൊട്ട് ഫ്രണ്ടിലെ സൈൻ ആണ് മാറ്റേണ്ടത്. ഇത് എന്തുകൊണ്ടാണ് ഞാൻ ഇത് കാണിക്കാന്ന് പറഞ്ഞാൽ, ഇടയ്ക്ക് ഒരു പ്രോബ്ലത്തിനകത്ത് 2i + 1 എന്ന് ചോദിച്ചു. അപ്പൊ അതിന്റെ കോഞ്ചുഗേറ്റ് ആയിട്ട് ഒരാൾ എഴുതിയത് 2i - 1 എഴുതിയത്. തെറ്റല്ലേ? ഞാൻ പഠിപ്പിച്ചത് എന്താ? ഇമാജിനറി പാർട്ടിന് തൊട്ട് ഫ്രണ്ടിലെ സൈൻ മാറ്റാനാണ് ഞാൻ പഠിപ്പിച്ചത്. അപ്പൊ ശരിക്കുള്ള ആൻസർ എന്തായിരുന്നു? -2i + 1 ആയിരുന്നു ശരിക്കുള്ള ആൻസർ. ക്ലിയർ? ഓക്കെ ആണല്ലോ? ഇനി നമ്മൾ അടുത്തായിട്ട് നമ്മൾ മോഡുലസ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ. മോഡുലസ്, ഒരു കോംപ്ലക്സ് നമ്പറിന്റെ മോഡുലസ്. മോഡുലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡിസഡ് എന്ന് പറയുന്നത്. മോഡിസഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? z is equal to x plus iy എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പറിന്റെ മോഡ് കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂട്ട് ഓഫ് റിയൽ പാർട്ടിന്റെ സ്ക്വയർ, അതായത് x സ്ക്വയർ പ്ലസ് ഇമാജിനറി പാർട്ട് y അല്ല, അപ്പൊ അതിന്റെ സ്ക്വയർ. ഇതാണ് മോഡിസഡ് എന്ന് പറഞ്ഞാൽ. ക്ലിയർ ആണല്ലോ? മോഡിസഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? റൂട്ട് ഓഫ് റിയൽ പാർട്ടിന്റെ സ്ക്വയർ പ്ലസ് ഇമാജിനറി പാർട്ടിന്റെ സ്ക്വയർ. ഓക്കെ. ഇനി അടുത്തത് നമുക്ക് പോളാർ ഫോമിലേക്ക് പോകാം. പോളാർ ഫോം ഓഫ് എ കോംപ്ലക്സ് നമ്പർ. പോളാർ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ z is equal to r e raised to i theta ആണ് പോളാർ ഫോം എന്ന് പറയുന്നത്. z is equal to r e raised to i theta ആണ് പോളാർ ഫോം. ഇത് എങ്ങനെയാണ് കിട്ടുന്നതെന്നാണ് ഞാൻ അടുത്തതായിട്ട് പഠിപ്പിക്കാൻ പോകുന്നത്. ഓക്കെ, ഇതൊക്കെ നമ്മൾ നേരത്തെ പണ്ട് പഠിക്കുന്ന കാര്യങ്ങളാണ്. ഈ z is equal to r e raised to i theta എങ്ങനെ വരുന്നു എന്ന് ചോദിച്ചാൽ, ഞാൻ നിങ്ങൾക്ക് റെക്ടാങ്കുലർ ടു പോളാർ കോർഡിനേറ്റ് കൺവേർഷൻ ഞാൻ കാണിച്ചു തരാൻ പോവുകയാണ്. അതിനായിട്ട് ഞാനൊരു ആക്സിസ് വരയ്ക്കുന്നു. ഇതെന്റെ റിയൽ ആക്സിസ് ഏതാണ്? ഇതാണ് എക്സ് ആക്സിസ്. ഇമാജിനറി ആക്സിസ് ഏതാണ്? വൈ ആക്സിസ്. ക്ലിയർ ആണല്ലോ? ഇത് ഏത് പ്ലെയിൻ ആണ്? ഇസഡ് പ്ലെയിൻ ആണ്. ഇസഡ് പ്ലെയിൻ ആണ് ഞാൻ ഈ വരച്ചത്. ക്ലിയർ? ഇസഡ് ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ എന്ന് പറയുന്ന ഇതില് ഈ എക്സ് വരുന്നത് ഏത് പ്ലെയിൻ ആണ്? റിയൽ പ്ലെയിൻ. ഓക്കെ, അല്ലെങ്കിൽ റിയൽ ആക്സിസ്. റിയൽ ആക്സിസ് എന്ന് എഴുതിയാൽ മതി. റിയൽ ആക്സിസ്. ഇതാണ് എൻ്റെ ഇമാജിനറി ആക്സിസ്. അപ്പൊ ഞാന് ഈ റിയൽ ആക്സിസിൽ ഒരു എക്സ് ഡിസ്റ്റൻസ് മാർക്ക് ചെയ്തു. എക്സ് ഡിസ്റ്റൻസ്. ഇമാജിനറി ആക്സിസിൽ ഞാൻ ഒരു വൈ ഡിസ്റ്റൻസ് മാർക്ക് ചെയ്തു. ഇതാണ് എൻ്റെ വൈ ഡിസ്റ്റൻസ്. അപ്പൊ ഇത് മീറ്റ് ചെയ്യുന്ന ഒരു പോയിന്റ് പി എന്ന് പറയുന്ന ഒരു പോയിന്റ് എടുത്തു. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു ഡോട്ടഡ് ആയിട്ടുള്ള ഒരു ലൈൻ കിട്ടി. ഓക്കെ ആണല്ലോ? അപ്പൊ എൻ്റെ ഡിസ്റ്റൻസ് ഏതാണ്? ഈ ഒരു ഡിസ്റ്റൻസ് ആണ് എക്സ്, ഈ ഒരു ഡിസ്റ്റൻസ് ആണ് വൈ. അപ്പൊ ഇതാണ് വൈ, ഇതാണ് എക്സ്. അപ്പൊ ഇത് മീറ്റ് ചെയ്യുന്ന ഈ പോയിന്റിന്റെ കോർഡിനേറ്റ് എന്ത് വരുന്നു? എക്സ് കോമ വൈ എന്ന് വരുന്നു. ക്ലിയർ? എക്സ് കോമ വൈ എന്ന്. ഇനി ഞാൻ അടുത്ത സ്റ്റെപ്പിൽ ചെയ്യുന്നത്, ഇവിടെ ഞാനൊരു പോയിന്റ് നമുക്ക് തന്നിട്ടുണ്ട്. പി എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. ഒരു ആംഗിളും തന്നു കഴിഞ്ഞാൽ ഒരു ആംഗിൾ ഞാൻ എടുക്കുവാണ്. തീറ്റ എന്ന് പറയുന്ന ഒരു ആംഗിൾ എടുക്കുന്നു. ഇവിടെ ഞാൻ തീറ്റ എന്ന് പറയുന്ന ഒരു ആംഗിൾ എടുക്കുന്നു. ഓക്കെ, ഒരു സെക്കൻഡ് ഞാൻ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇത് ഞാനൊന്ന് അയച്ചോട്ടെ. തീറ്റ എന്ന് പറയുന്ന ഒരു ആംഗിൾ ഈ പിയിലേക്ക് ടച്ച് ചെയ്യുന്ന ഒരു ആംഗിൾ ആണ്. ഓക്കെ, ഇതാണ് എൻ്റെ തീറ്റ. ക്ലിയർ ആണല്ലോ ഇത്രയും? ഓക്കെ, ഇനി ഞാൻ ഇവിടുത്തെ കോസ് തീറ്റ കാണാൻ പോവാം. കോസ് തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് കോസ് തീറ്റ? അഡ്ജസന്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണല്ലോ, അല്ലേ? അപ്പൊ ഈ എക്സ് വൈ എന്ന് പറയുന്ന ഇതിന്റെ ഇത് ഒ എന്ന് വിളിച്ചു. ഒ പിന്റെ ഡിസ്റ്റൻസ് എങ്ങനെ കാണാം? പൈതഗോറസ് തിയറം വെച്ചിട്ട് എന്ത് ചെയ്യാം? റൂട്ട് ഓഫ്
എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ അല്ലേ? അല്ലേ? അല്ലേ ലാവണ്യ? ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ഉണ്ടെങ്കിൽ ഇത് എക്സ് ആണ്, ഇത് വൈ ആണെങ്കിൽ ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. ഈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്താണ്? എന്താണ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ? 6 ആയിരിക്കുവേ, 6 വിച്ച് ഈസ് ഈക്വൽ ടു 6 എന്ന് എഴുതിക്കും. അപ്പൊ നിങ്ങൾ വേണ്ട ഇവിടെ ഈ മോഡുലസിന്റെ അവിടെ മോഡ് ഇസഡ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് എഴുതിയിട്ടുണ്ട്. ഇവിടെ വിച്ച് ഈസ് ഈക്വൽ ടു 6 എന്ന് കൊടുത്തേക്കെ. ഓക്കെ ആണല്ലോ? ഇത്രയും ഓക്കെ ആണല്ലോ? ഇത്രയും ഓക്കെ ആണോ? ഇനി ഞാൻ കോസ് തീറ്റ എടുക്കാൻ പോകും. കോസ് തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്ജസന്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. അഡ്ജസന്റ് സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സമീപവശം, അതായത് എക്സ് ആണ് ഇവിടുത്തെ. ഇപ്പൊ അഡ്ജസന്റ് സൈഡ് ഏതാണ്? എക്സ് ആണ്. എക്സ് ബൈ ഹൈപ്പോട്ടന്യൂസ് എന്താണ്? 6 ആണ്. അപ്പോൾ കോസ് തീറ്റ ഇസ് ഈക്വൽ ടു എക്സ് ബൈ 6 എന്നാണ് നമുക്ക് കിട്ടുന്നത്. അതായത് കോസ് തീറ്റ ഇസ് ഈക്വൽ ടു എക്സ് ബൈ 6 എന്ന് കിട്ടിയാൽ എക്സ് എന്തായി മാറുന്നു? ആർ കോസ് തീറ്റ ആയി മാറുന്നു. ഓക്കെ ആണല്ലോ? ഇനി ഇതേപോലെ തന്നെ നിങ്ങൾ സൈൻ തീറ്റ ഒന്ന് എടുത്തേ. സൈൻ തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. ഓപ്പോസിറ്റ് സൈഡ് എന്താണ്? വൈ അല്ലേ ഓപ്പോസിറ്റ് സൈഡ്? അപ്പൊ വൈ ബൈ 6 വിച്ച് ഇംപ്ലൈസ് നമുക്ക് എന്ത് കിട്ടുന്നു? സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു വൈ ബൈ 6 എന്ന് കിട്ടുന്നു. ഇതിൽ നിന്ന് വൈ എന്ത് കിട്ടുന്നു? ആർ സൈൻ തീറ്റ എന്ന് കിട്ടുന്നു. ക്ലിയർ ആണല്ലോ ഇത്രയും? ഓക്കെ. ഇനി നമുക്കിപ്പോ എക്സ് ഈസ് ഈക്വൽ ടു ആർ കോസ് തീറ്റ എന്നും വൈ ഈസ് ഈക്വൽ ടു ആർ സൈൻ തീറ്റ എന്നും കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം നമ്മുടെ കോംപ്ലക്സ് നമ്പർ എന്താണ്? ഇസഡ് ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ ആണെന്ന് അറിയാം. അവിടെ എക്സിന്റെ അവിടെ നമ്മൾ എന്ത് കൊടുക്കുന്നു? നമുക്കിപ്പോ കിട്ടിയ ആർ കോസ് തീറ്റ കൊടുക്കുന്നു പ്ലസ് ഐ ഇൻറ്റു വൈയുടെ അവിടെ എന്ത് കൊടുക്കുന്നു? ആർ സൈൻ തീറ്റ കൊടുക്കുന്നു. ഇതിൽ നിന്നും ഈ ആർ കോസ് തീറ്റ പ്ലസ് ഐ ആർ സൈൻ തീറ്റയ്ക്കകത്ത് ആർ എടുത്ത് വെളിയിലിട്ടാൽ കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ എന്ന് കൊടുക്കാം. ക്ലിയർ ആണല്ലോ? ഈ കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇ റേസ് ടു ഐ തീറ്റ ആണ്. ഇത് റിസൾട്ട് ആണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു? ആർ ഇൻറ്റു കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റയ്ക്ക് പകരം കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റയ്ക്ക് പകരം ഇ റേസ് ടു ഐ തീറ്റ. അപ്പൊ ഇസഡ് ഈസ് ഈക്വൽ ടു എന്തായി മാറുന്നു? ആർ ഇ റേസ് ടു ഐ തീറ്റ ആയി മാറുന്നു. ഇങ്ങനെയാണ് നമ്മൾ എന്താണ് പോളാർ ഫോം മാറ്റി എഴുതിയത്. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? ഓക്കെ ആണല്ലോ? ഇനി ഇതിനകത്ത് തീറ്റ കാണാനായിട്ടുള്ള ഫോർമുല, തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാൻ ഇൻവേഴ്സ് വൈ ബൈ എക്സ് ആയിരിക്കും. തീറ്റ ടാൻ ഇൻവേഴ്സ് വൈ ബൈ എക്സ്. ടാൻ ഇൻവേഴ്സ് വൈ ബൈ എക്സ്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാൻ ഇൻവേഴ്സ് വൈ ബൈ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ആർഗ്യുമെന്റ് എന്ന് പറയും. ആംപ്ലിറ്റ്യൂഡ് എന്ന് എഴുതി. ആംപ്ലിറ്റ്യൂഡ്. ഇത്രയും ഓക്കെ ആണല്ലോ? ഇതൊക്കെ നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ ആണോ? അപ്പൊ നമ്മൾ അടുത്തായിട്ട് നമ്മൾ കോംപ്ലക്സ് ഫംഗ്ഷനിലേക്ക് പോവുകയാണ്. കോംപ്ലക്സ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസഡ് ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് നമ്പർ ഉണ്ടെങ്കിൽ സെറ്റ് ഓഫ് ഓൾ കോംപ്ലക്സ് നമ്പേഴ്സിൽ നിന്നും ഒരു സെറ്റ് ഓഫ് ഓൾ കോംപ്ലക്സ് നമ്പേഴ്സിലേക്ക് ഡിനോട്ട് ചെയ്യുന്ന ഫംഗ്ഷനെയാണ് നമ്മൾ കോംപ്ലക്സ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. കോംപ്ലക്സ് ഫംഗ്ഷൻ എഫ് ഓഫ് ഇസഡ് ഈസ് ഈക്വൽ ടു യു ഓഫ് എക്സ് കോമ വൈ എ പ്ലസ് ഐ ഇൻറ്റു വി ഓഫ് എക്സ് കോമ വൈ എന്നാണ് സൂചിപ്പിക്കുന്നത്. ജനറലി നമുക്ക് സിമ്പിൾ ആയിട്ട് എഫ് ഓഫ് ഇസഡ് ഈസ് ഈക്വൽ ടു യു പ്ലസ് ഐ വി എന്ന് പറയാം. ഓക്കെ, എഫ് ഓഫ് ഇസഡ് ഈസ് ഈക്വൽ ടു എന്താണ്? യു പ്ലസ് ഐ വി. ഇതിൽ യു എന്ന് പറയുന്നതാണ് റിയൽ പാർട്ട്. റിയൽ പാർട്ട് ഏതാണ്? ഇവിടുത്തെ കോംപ്ലക്സ് ഫംഗ്ഷന്റെ റിയൽ പാർട്ട് എന്താണ്? യു ആണ്. ഇമാജിനറി പാർട്ട് എന്താണ്? കോംപ്ലക്സ് ഫംഗ്ഷന്റെ ഇമാജിനറി പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ആണ്. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇതിനെ നമുക്ക് എഫ് ഓഫ് ഇസഡിനെ നമുക്ക് ഡബ്ല്യു ഇസ് ഈക്വൽ ടു എഫ് ഓഫ് ഇസഡ് എന്ന് എഴുതാവേ. ഡബ്ല്യു ഇസ് ഈക്വൽ ടു എഫ് ഓഫ് ഇസഡ്. ഓക്കെ, അപ്പോൾ ഡബ്ല്യു ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? യു പ്ലസ് ഐ വി എന്ന് എഴുതാം. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇവിടുത്തെ പ്ലെയിൻ ഏതാണ്? ഡബ്ല്യു പ്ലെയിൻ ആണ്. കോംപ്ലക്സ് ഫംഗ്ഷൻ ഏത് പ്ലെയിനിലാണ്? ഡബ്ല്യു പ്ലെയിനിലാണ്. കോംപ്ലക്സ് നമ്പർ ഏതായിരുന്നു? ഇസഡ് ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ അല്ലേ? കോംപ്ലക്സ് നമ്പേഴ്സ് ഏത് പ്ലെയിനാണ്? ഇസഡ് പ്ലെയിനിലാണ്. ക്ലിയർ ആണല്ലോ? അപ്പൊ മാപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസഡ് പ്ലെയിനിലുള്ള ഒരു സംഭവത്തിനെ ഡബ്ല്യു പ്ലെയിനിലേക്ക് മാപ്പ് ചെയ്യുന്നതിനെയാണ് മാപ്പിംഗ് എന്ന് പറയുന്നത്. നമുക്കിപ്പോ ഈ ഒരു മൊഡ്യൂളിനകത്ത് നമ്മൾ രണ്ട് പ്ലെയിൻ ആണ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള പ്ലെയിൻ ആണ്, നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുള്ളതാണ് ഇസഡ് പ്ലെയിൻ എന്ന് പറയുന്നത്. നമ്മൾ ഇവിടെ പുതിയതായിട്ട് പഠിക്കുന്നതാണ് ഡബ്ല്യു പ്ലെയിൻ. ഡബ്ല്യു പ്ലെയിനിൽ എന്താണ്? കോംപ്ലക്സ് ഫംഗ്ഷൻ ആണ് വരുന്നത്. എന്താണ് ജനറൽ ആയിട്ടുള്ള ഫോം? ഏതാണ്? യു പ്ലസ് ഐ വി ആണ്.
ഇതിലെ യു എന്ന് പറയുന്നത് എന്താണ്? റിയൽ പാർട്ട് ആണ്. ബി എന്ന് പറയുന്നത് എന്താണ്? ഇമാജിനറി പാർട്ട് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ച് കോംപ്ലക്സ് ഫങ്ഷൻസ് തന്നിട്ട് അതിന്റെ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നോക്കാം. ഓക്കെ, ഫൈൻഡ് റിയൽ ആൻഡ് ഇമാജിനറി പാർട്ട് ഓഫ് ഫോളോയിങ് ഫങ്ഷൻ. ഫൈൻഡ് real and imaginary part of following function. Okay, question number 1. f of z is equal to z square. അപ്പോൾ ഇതിനകത്ത് കോംപ്ലക്സ് ഫങ്ഷൻസിന്റെ പ്രോബ്ലംസ് വരുമ്പോൾ z എവിടെ കാണുന്നോ അവിടെ നമ്മൾ എന്താ കൊടുക്കേണ്ടത്? x പ്ലസ് ഐ വൈ ആണ് കൊടുക്കേണ്ടത്. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇതിന്റെ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും എങ്ങനെ കാണാം? ഇവിടെ z സ്ക്വയർ ആ കാണുന്നത്. അപ്പൊ z അവിടെ നമ്മൾ എന്ത് കൊടുക്കുന്നു? x പ്ലസ് ഐ വൈ കൊടുക്കുന്നു. z സ്ക്വയർ ആയതുകൊണ്ട് x പ്ലസ് ഐ വൈ ദ ഹോൾ സ്ക്വയർ എന്നാണ് വരുന്നത്. ഇതപ്പോ ഏത് ഫോം ആണ്? a പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ആണ്. a പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്താ? a സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ ആണ്. അത് വെച്ചിട്ട് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നു? x സ്ക്വയർ പ്ലസ് 2x ഐ വൈ എ പ്ലസ് ഐ വൈ ദ ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. വിച്ച് ഇസ് ഈക്വൽ ടു എന്ത് കിട്ടുന്നു? x സ്ക്വയർ പ്ലസ് 2xy ഐ എ പ്ലസ് ഇതെന്താ? ഐ വൈ ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഐ വൈ ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഐ സ്ക്വയർ ഇൻറ്റു വൈ സ്ക്വയർ അല്ലേ? ഐ സ്ക്വയറിന്റെ വാല്യൂ എന്താണ്? നമ്മൾ മുമ്പേ ആദ്യം പഠിച്ച -1 അല്ലേ? അപ്പൊ -1 ഇൻറ്റു വൈ സ്ക്വയർ എന്ന് കിട്ടുന്നു. അതായത് മൈനസ് വൈ സ്ക്വയർ എന്നാണ് ഐ വൈ ദ ഹോൾ സ്ക്വയറിന്റെ വാല്യൂ. അപ്പൊ ഞാൻ ഈ ഐ വൈ ദ ഹോൾ സ്ക്വയറിന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കാം? മൈനസ് വൈ സ്ക്വയർ എന്ന് കൊടുക്കാം. അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് റിയൽ പാർട്ടുകൾ എത്ര എണ്ണം ഉണ്ട്? റിയൽ പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഐ ഇല്ലാത്ത ടേം ആണ് റിയൽ പാർട്ട്. ഇവിടെ ഐ ഇല്ലാത്ത ടേം എത്ര എണ്ണം ഉണ്ട്? 2 ടേം ഉണ്ട്. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യണം? ഒന്നിച്ചെഴുതുക. റിയൽ പാർട്ടുകൾ ഒന്നിൽ കൂടുതൽ റിയൽ പാർട്ടുകൾ ഉണ്ടെങ്കിൽ അത് ഒന്നിച്ചെഴുതണം. ഒന്നിൽ കൂടുതൽ ഇമാജിനറി പാർട്ടുകൾ ഉണ്ടെങ്കിൽ അതും ഒന്നിച്ചെഴുതണം. ഇവിടെ റിയൽ പാർട്ട് ആണ് 2 എണ്ണം ഉള്ളത്. അപ്പൊ അത് ഒന്നിച്ചെഴുതണം. അപ്പൊ എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്നാവുന്നു. പ്ലസ് ഇമാജിനറി പാർട്ട് എന്താണ്? 2xy ആയി മാറുന്നു. അപ്പൊ ഇവിടുത്തെ റിയൽ പാർട്ട് യു ഓഫ് എക്സ് കോമ വൈ എന്ത് കിട്ടുന്നു? എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്ന് കിട്ടുന്നു. ഇമാജിനറി പാർട്ട് വി ഓഫ് എക്സ് കോമ വൈ എന്ത് കിട്ടുന്നു? 2xy എന്നും കിട്ടും. ഇനിയിപ്പോ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പൊ ഇത് നിങ്ങൾ കാണാതെ ഓർമ്മയിൽ വെക്കേണ്ടതാണ്. ഡബ്ല്യു ഈക്വൽ ടു ഇസഡ് സ്ക്വയറിന്റെ റിയൽ പാർട്ട് എന്താണെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ ഒറ്റയടിക്ക് പറയണം റിയൽ പാർട്ട് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. ഇമാജിനറി പാർട്ട് എന്താണ്? 2xy. അതെന്തുകൊണ്ടാണ് നിങ്ങൾ ഓർമ്മയിൽ വെക്കണം എന്ന് പറയുന്നത്? നമുക്ക് ഇതിന്റെ ട്രാൻസ്ഫർമേഷൻസ് കാര്യങ്ങളൊക്കെ പിന്നീട് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇത്രയും സംഭവങ്ങൾ നമ്മൾ ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പ്രോബ്ലം ഒക്കെ ചെയ്യുമ്പോൾ റിയൽ പാർട്ട് എന്താണ്? ഡബ്ല്യു ഈക്വൽ ടു ഇസഡ് സ്ക്വയറിന്റെ ഒരു മാപ്പിംഗിന്റെ ഒരു പ്രോബ്ലം വരുന്നു. അപ്പൊ നമ്മൾ ജസ്റ്റ് അങ്ങോട്ട് എഴുതി വെക്കുന്നു റിയൽ പാർട്ട് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ആണ്. ഇമാജിനറി പാർട്ട് 2xy ആണ്. അതിനുശേഷമാണ് നമ്മൾ മാപ്പ് ചെയ്യേണ്ട ആ ഡീറ്റെയിൽസ് ഒക്കെ അതിനകത്തോട്ട് കൊടുക്കുന്നത്. ഓക്കെ, ഇനി അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എഴുതുക. എഫ് ഓഫ് ഇസഡ് ഈസ് ഈക്വൽ ടു ഇ റേസ് ടു ഇസഡ്. ഇത് ഈസ് ഈക്വൽ ടു എന്താണ്? ഇസഡ് എവിടെ കണ്ടാലും നമ്മൾ എന്തെടുക്കുക? എക്സ് പ്ലസ് ഐ വൈ ഇവിടെ. അപ്പൊ ഇ റേസ് ടു ഇസഡിൽ എന്താകുന്നു? ഇ റേസ് ടു എക്സ് പ്ലസ് ഐ വൈ ആകുന്നു. ഇ റേസ് ടു എ ഇൻറ്റു ഇ റേസ് ടു ബി എന്ന് പറയുന്നത് എന്താണ്? ഇ റേസ് ടു എ പ്ലസ് ബി അല്ലേ? അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് ഇതിനെ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും? ഇ റേസ് ടു എക്സ് ഇൻറ്റു ഇ റേസ് ടു ഐ വൈ എന്ന് സ്പ്ലിറ്റ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്കറിയാം ഇ റേസ് ടു ഐ തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ ആണ്. ഈ റിസൾട്ട് കാണാതെ പഠിച്ചു വെക്കേണ്ടതാണ്. ഇ റേസ് ടു ഐ തീറ്റ എന്താണ്? കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ ആണ്. ക്ലിയർ? ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് എന്ത് എഴുതാം? നമുക്കപ്പോ ഇ റേസ് ടു ഐ വൈ എന്താണ് വരുന്നത്? ഈ തീറ്റയ്ക്ക് പകരം വൈ അല്ലേ വരുന്നത്. അപ്പൊ കോസ് വൈ പ്ലസ് ഐ സൈൻ വൈ എന്ന് വരുന്നു. ക്ലിയർ? അപ്പൊ ഞാൻ എന്താ ചെയ്യുന്ന അടുത്ത സ്റ്റെപ്പില്? ഇ റേസ് ടു എക്സ് ഇൻറ്റു ഇ റേസ് ടു ഐ വൈയുടെ സ്ഥാനത്ത് എന്ത് കൊടുക്കുന്നു? കോസ് വൈ പ്ലസ് ഐ സൈൻ വൈ എന്ന് കൊടുക്കുന്നു. അടുത്ത സ്റ്റെപ്പിൽ ഇ റേസ് ടു എക്സിനെ നമ്മൾ അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ ഇ റേസ് ടു എക്സ് കോസ് വൈ പ്ലസ് ഐ ഇ റേസ് ടു എക്സ് സൈൻ വൈ എന്ന് കിട്ടുന്നു. അപ്പോൾ റിയൽ പാർട്ട് നമുക്ക് എന്ത് കിട്ടി? ഇ റേസ് ടു എക്സ് കോസ് വൈ എന്നും കിട്ടി. ഇമാജിനറി പാർട്ട് ഐ ഉള്ള ടൈമാണ് ഇമാജിനറി പാർട്ട് ഇ റേസ് ടു എക്സ് സൈൻ വൈ എന്നും കിട്ടി. അപ്പോൾ റിയൽ പാർട്ട് എന്താണ്? യു ഓഫ് എക്സ് കോമ വൈ എന്ത് കിട്ടുന്നു? ഇ റേസ് ടു എക്സ് കോസ് വൈ എന്ന് കിട്ടുന്നു. വി ഓഫ് എക്സ് കോമ വൈ എന്ത് കിട്ടുന്നു? ഇ റേസ് ടു എക്സ് സൈൻ വൈ എന്നും കിട്ടുന്നു. അടുത്തതായിട്ട് നമ്മൾ അടുത്തൊരു ക്വസ്റ്റ്യൻ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ
Third question, f of z is equal to sin z. അപ്പൊ ഇതിന്റെ റിയൽ പാർട്ട് ഇമാജിനറി പാർട്ട് നമ്മൾ കണ്ടുപിടിക്കുക. അപ്പൊ ഇവിടെ z വന്നിടത്ത് നമ്മൾ എന്ത് കൊടുക്കുക? എക്സ് പ്ലസ് ഐ വൈ കൊടുക്കുക. അപ്പൊ സൈൻ ഓഫ് എക്സ് പ്ലസ് ഐ വൈ ആണ്. അപ്പൊ നമുക്കൊരു റിസൾട്ട് ഉണ്ട്. സൈൻ ഓഫ് എ പ്ലസ് ബി എന്താണ്? സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി ആണ്. ഈ ഒരു റിസൾട്ട് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? എക്സ്പാൻഡ് ചെയ്യുന്നു. അപ്പൊ എന്ത് കിട്ടുന്നു? സൈൻ എക്സ് കോസ് ഐ വൈ എ പ്ലസ് കോസ് എക്സ് സൈൻ ഐ വൈ എന്ന് കിട്ടുന്നു. ഇനി നമുക്ക് മറ്റൊരു റിസൾട്ട് ഉണ്ട്. കോസ് ഓഫ് ഐ വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ് എച്ച് വൈ ആണ്, ഹൈപ്പർബോളിക് ഫംഗ്ഷൻ ആണ്. ഇനി സൈൻ ഓഫ് ഐ വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ സൈൻ എച്ച് വൈ ആണ്. ഓക്കെ, അപ്പൊ കോസ് ഓഫ് ഐ വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ് എച്ച് വൈ എന്നും സൈൻ ഓഫ് ഐ വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ സൈൻ എച്ച് വൈ ആണെന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ള കോസ് ഐ വൈയുടെ എവിടെ നമ്മൾ കോസ് എച്ച് വൈ കൊടുക്കണം, സൈൻ ഐ വൈയുടെ അവിടെ നമ്മൾ ഐ സൈൻ എച്ച് വൈ കൊടുക്കണം. അപ്പോൾ എന്താകുന്നു? സൈൻ എക്സ് ഇൻറ്റു കോസ് എച്ച് വൈ എ പ്ലസ് കോസ് എക്സ് ഇൻറ്റു ഐ സൈൻ എച്ച് വൈ എന്നാകുന്നു. വിച്ച് ഇസ് ഈക്വൽ ടു എന്ത് കിട്ടുന്നു? സൈൻ എക്സ് കോസ് എച്ച് വൈ എ പ്ലസ് ഐ എ സൈൻ എച്ച് വൈ എ കോസ് എക്സ് എന്ന് കിട്ടുന്നു. ക്ലിയർ? ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? റിയൽ പാർട്ട് എന്താണ്? യു ഓഫ് എക്സ് കോമ വൈ എന്ത് കിട്ടുന്നു? സൈൻ എക്സ് കോസ് എച്ച് വൈ എന്നും ബി ഓഫ് എക്സ് കോമ വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈൻ എച്ച് വൈ കോസ് എക്സ് എന്ന് കിട്ടും. ഓക്കെ ആണെങ്കിൽ പറയുക. നമ്മൾ ഇത് ചെയ്യുന്നത് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഫ് ഓഫ് ഇസഡ് ഇസ് ഈക്വൽ ടു കോസ് ഇസഡ് ആണ്. ഇതെങ്ങനെ ചെയ്യാം? വിച്ച് ഇസ് ഈക്വൽ ടു കോസ് ഓഫ് എക്സ് പ്ലസ് ഐ വൈ ആണ്. വിച്ച് ഇസ് ഈക്വൽ ടു കോസ് ഓഫ് എ പ്ലസ് ബിയുടെ റിസൾട്ട് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. കോസ് എ കോസ് ബി മൈനസ് സൈൻ എ സൈൻ ബി ആണ്. അപ്പോൾ കോസ് എക്സ് കോസ് ഐ വൈ എ മൈനസ് സൈൻ എക്സ് സൈൻ ഐ വൈ ആണ്. വിച്ച് ഇസ് ഈക്വൽ ടു കോസ് എക്സ് ഇൻറ്റു കോസ് ഐ വൈക്ക് പകരം കോസ് എച്ച് വൈ കൊടുക്കാം മൈനസ് സൈൻ എക്സ് ഇൻറ്റു ഐ സൈൻ എച്ച് വൈയുടെ ഐ എടുത്ത് ആദ്യം എഴുതുന്നു, ഐ ഇൻറ്റു സൈൻ എച്ച് വൈ. ഇവിടെ നോക്ക്, ഇവിടെ മൈനസ് ഇടാൻ വിട്ടുപോകരുത്. നമ്മൾ പഠിച്ചിട്ടുള്ള ജനറൽ ഫോർമുല യു പ്ലസ് ഐ വി ആണ്. ഇതപ്പോ എന്താ വന്നേക്കുന്നത്? കോസ് എക്സ് കോസ് എച്ച് വൈ എ പ്ലസ് മൈനസ് ഐ ഇൻറ്റു സൈൻ എക്സ് സൈൻ എച്ച് വൈ എന്നല്ലേ വന്നേക്കുന്നത്. ഓക്കെ, ഇവിടുത്തെ യു ഓഫ് എക്സ് കോമ വൈ എന്താണ് വരുന്നത്? കോസ് എക്സ് കോസ് എച്ച് വൈ എന്നും വി ഓഫ് എക്സ് കോമ വൈ എന്താണ് വരുന്നത്? മൈനസ് സൈൻ എക്സ് സൈൻ എച്ച് വൈ എന്നുമാണ് വരുന്നത്. ഓക്കെ, ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കിനി നമ്മുടെ മെയിൻ ആയിട്ട് പാർട്ട് എയിൽ ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. അവിടെ പോയിന്റ് തന്നിട്ടായിരിക്കും എക്സാമിന് ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പൊ അതാണ് നമ്മൾ അടുത്തായിട്ട് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ എഴുതിക്കോ. Fifth question, find the real and imaginary part of the function f of z is equal to 2iz plus 6z bar. Find the value of the value of f at z is equal to 1/2 plus 4i. ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ആദ്യം നമ്മൾ എഫ് ഓഫ് ഇസഡ് എഴുതുന്നു. എഫ് ഓഫ് ഇസഡ് എന്താണ്? 2iz പ്ലസ് 6z ബാർ ആണ്. അതിൽ ഇസഡിന്റെ അവിടെ എക്സ് പ്ലസ് ഐ വൈ കൊടുക്കണം, ഇസഡ് ബാറിന്റെ അവിടെ എക്സ് മൈനസ് ഐ വൈ കൊടുക്കണം. അത് സോൾവ് ചെയ്തിട്ട് റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. അതിനുശേഷം നമ്മൾ
f of f, find the value of f at z is equal to 1/2 plus 4i എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ f of 1/2 plus 4i കാണുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് f of z ൽ കൊണ്ടുപോയി z എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ നമ്മൾ എന്ത് കൊടുക്കുക 1/2 plus 4i കൊടുക്കുക. ക്ലിയർ? അപ്പൊ രണ്ടും ഒന്ന് ചെയ്ത് നോക്കി. ആദ്യം ഇതിന്റെ റിയൽ പാർട്ട് ഇമാജിനറി പാർട്ട് ഒന്ന് കണ്ടുപിടിച്ച് എന്നിട്ട് പറയുക. ഞാൻ വെയിറ്റ് ചെയ്യാം. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? ഫംഗ്ഷൻ എന്താണ്? f of z is equal to 2iz plus 6z bar which is equal to 2ia into z ന്റെ അവിടെ x plus iy plus 6 into z bar ന്റെ അവിടെ x minus iy. ഇത് മൾട്ടിപ്ലൈ ചെയ്ത് ബ്രാക്കറ്റിൽ ഓപ്പൺ ആക്കി മൾട്ടിപ്ലൈ ചെയ്ത് റിയൽ പാർട്ട് ഇമാജിനറി പാർട്ട്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ഫൈൻഡ് ദ റിയൽ ആൻഡ് ഇമാജിനറി പാർട്ട് ഓഫ് ദ ഫംഗ്ഷൻ f of z is equal to 2iz plus 6z bar. ഫൈൻഡ് ദ വാല്യൂ ഓഫ് f at z is equal to 1/2 plus 4i. അപ്പൊ നമുക്ക് ആദ്യം റിയൽ പാർട്ട് ഇമാജിനറി പാർട്ടും കാണാം. f of z is equal to 2iz plus 6z bar. അപ്പോൾ ഇസഡിന്റെ അവിടെ നമുക്ക് എക്സ് പ്ലസ് ഐ വൈയും ഇസഡ് ബാറിന്റെ അവിടെ എക്സ് മൈനസ് ഐ വൈയും കൊടുത്തിട്ട് ഈ ബ്രാക്കറ്റ് ഓപ്പൺ ആകുമ്പോൾ 2ia ഇൻറ്റു എക്സ് എന്താണ്? 2xi പ്ലസ് 2ia ഇൻറ്റു ഐ വൈ എന്നാണ് 2i² y പ്ലസ് 6 ഇൻറ്റു എക്സ് എന്താണ് 6x മൈനസ് 6 ഇൻറ്റു ഐ വൈ എന്താണ് 6y. അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എന്ത് എഴുതാം? 2xi ഇത് കണ്ട i² വാല്യൂ എന്താണ്? -1 അല്ല, അപ്പൊ -2y എന്ന് കിട്ടുന്നു പ്ലസ് 6x മൈനസ് 6y. ഇനി ഇവിടെ റിയൽ പാർട്ടുകൾ നോക്കാം. ഇവിടെ റിയൽ പാർട്ട് -2y ഉണ്ട്, ഒരു പ്ലസ് 6x ഉണ്ട്. അപ്പൊ അത് ഒന്നിച്ചെഴുതുക. അപ്പൊ 6x മൈനസ് 2y പ്ലസ് ഇമാജിനറി പാർട്ട് നോക്കിയേ 2x ഉണ്ട്, ഒരു -6y ഉണ്ട്. അപ്പൊ i എടുത്ത് നമ്മൾ വെളിയിലിടുന്നു 2x മൈനസ് 6y. ഓക്കെ ആണോ അനീന? മനസ്സിലായോ? അപ്പൊ റിയൽ പാർട്ട് u ഓഫ് x, y എന്ത് കിട്ടുന്നു? 6x മൈനസ് 2y എന്നും കിട്ടുന്നു. ഇമാജിനറി പാർട്ട് v ഓഫ് x, y എന്ത് കിട്ടുന്നു? 2x മൈനസ് 6y എന്നും കിട്ടുന്നു. ഇനി നമ്മുടെ അടുത്ത് അവർ പറഞ്ഞിട്ടുണ്ട്, എന്താ പറഞ്ഞിട്ടുള്ളത്? ഫൈൻഡ് ദ വാല്യൂ ഓഫ് f at z is equal to 1/2 plus 4i. അതായത് f of 1/2 plus 4i കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫംഗ്ഷൻ എന്തായിരുന്നു? f of z എന്തായിരുന്നു? 2iz പ്ലസ് 6z ബാർ. അപ്പോൾ 2ia ഇൻറ്റു ഇസഡിന്റെ അവിടെ നമ്മൾ എന്ത് കൊടുക്കുക? 1/2 പ്ലസ് 4i കൊടുക്കുക പ്ലസ് 6 ഇൻറ്റു ഇസഡ് ബാറിന്റെ അവിടെ ഇപ്പൊ എന്താണ്? 1/2 പ്ലസ് 4iന്റെ കോഞ്ചുഗേറ്റ്. അപ്പൊ 1/2 മൈനസ് 4i കൊടുക്കും. മുമ്പ് ചെയ്ത പോലെ തന്നെ ബ്രാക്കറ്റ് ഓപ്പൺ ആക്കി മൾട്ടിപ്ലൈ. അപ്പൊ 2ia ഇൻറ്റു 1/2 എന്താണ്? എഴുതിക്കോ 2ia ഇൻറ്റു 1/2 പ്ലസ് 2ia ഇൻറ്റു 4i പ്ലസ് 6 ഇൻറ്റു 1/2 മൈനസ് 6 ഇൻറ്റു 4i. അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ഈ 2ഉം 2ഉം വെട്ടാം. അപ്പൊ ia പ്ലസ് ഇത് കണ്ടോ 2ia ഇൻറ്റു 4i എന്താണ്? 8i². ഇതെന്താണ്? 6/2 എന്താണ്? 3 പ്ലസ് 3 മൈനസ് 24i. അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എന്ത് എഴുതാം? ഇത് കണ്ടോ 8i², i² വാല്യൂ -1 അപ്പൊ -8 പ്ലസ് 3 മൈനസ് 24i എന്ന് കിട്ടും. ഇവിടുത്തെ ഇമാജിനറി പാർട്ടും റിയൽ പാർട്ടും നോക്കാം. റിയൽ പാർട്ട് എന്തുണ്ട്? ഒരു -8 പ്ലസ് 3 ആണ്. -8 പ്ലസ് 3 എന്താണ്? -5 അല്ലേ? അതായത് സബ്സ്ട്രാക്ട് ചെയ്തിട്ട് വലിയ ഇൻറ്റു സൈൻ ഇടുക. -8 പ്ലസ് 3 -5 പ്ലസ് അടുത്തത് ഇമാജിനറി പാർട്ട് നോക്കിയേ. ഇമാജിനറി പാർട്ട് എന്താണ്? i മൈനസ് 24i അല്ലേ? അപ്പൊ i മൈനസ് 24i എന്താണ്? -23i ആണ്. അപ്പൊ നമുക്ക് ആൻസർ എന്ത് കിട്ടുന്നു? -5 മൈനസ് 23i എന്നാണ് ആൻസർ കിട്ടുന്നത്. ഓക്കെ. നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഫൈൻഡ് ദ റിയൽ പാർട്ട് ആൻഡ് ഇമാജിനറി പാർട്ട് ഓഫ് ദ ഫംഗ്ഷൻ f of z is equal to 1/1 plus z. ഫൈൻഡ് ദ വാല്യൂ ഓഫ് f at z is equal to 1 minus i. ഫൈൻഡ് ദ വാല്യൂ ഓഫ് റിയൽ പാർട്ട് ആൻഡ് ഇമാജിനറി പാർട്ട് അറ്റ് ദിസ് പോയിന്റ്. സൊല്യൂഷൻ. അപ്പൊ ഇവിടെ f of z എന്താണ് തന്നിട്ടുള്ളത്? 1/1 plus z ആണ് തന്നിട്ടുള്ളത്. z എവിടെയൊക്കെ ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ എന്ത് കൊടുക്കുക? x പ്ലസ് ഐ വൈ കൊടുക്കുക. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഇവിടെ റിയൽ പാർട്ട് എത്ര ഉണ്ട്? 1 ഉണ്ട്, x ഉണ്ട്. അപ്പൊ അതൊന്നിച്ച് എഴുതുക. അപ്പൊ 1 പ്ലസ് x എന്ന് പറയുന്നതാണ് നമ്മുടെ റിയൽ പാർട്ട്. ഇമാജിനറി പാർട്ട് എന്താണ്? y ആണ്. അപ്പൊ ഇവിടെ ഡിനോമിനേറ്ററിലാണ് ഐയുടെ ടൈം വന്നത്. അപ്പൊ ഇങ്ങനെയുള്ള കേസുകളിൽ നമ്മൾ എന്താ ചെയ്തിട്ടുള്ളത്? നമ്മൾ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന ഡിനോമിനേറ്ററിലുള്ളതിന്റെ കോഞ്ചുഗേറ്റ് എടുത്ത് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ. അപ്പൊ ഇതിന്റെ കോഞ്ചുഗേറ്റ് എന്താണ്? 1 പ്ലസ് എക്സ് പ്ലസ് ഐ വൈയുടെ കോഞ്ചുഗേറ്റ് എന്താണ്? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 1 പ്ലസ് എക്സ് മൈനസ് ഐ വൈ
ഡിനോമിനേറ്ററിലും ന്യൂമറേറ്റർ. ഇപ്പൊ ന്യൂമറേറ്റർ മൾട്ടിപ്ലൈ ചെയ്തു, ഇനി ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ. ഓക്കെ ആണല്ലോ ഇത്രയും? ഓക്കെ, ഇനി നമ്മൾ ഇത് സോൾവ് ചെയ്യുവാണ്. ഇത് സോൾവ് ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നു? ഡിനോമിനേറ്ററിലേക്ക് നിങ്ങൾ നോക്കുമ്പോൾ ഇത് എന്താണ്? എ പ്ലസ് ബി ആണ്. ഇതെന്താണ്? എ മൈനസ് ബി ആണ്. അപ്പൊ എ പ്ലസ് ബി എ ഇൻറ്റു എ മൈനസ് ബി എന്താണ്? എന്താണ്? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്നല്ലേ പഠിച്ചിട്ടുള്ളത്. അപ്പൊ ഇവിടെ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 പ്ലസ് എക്സും ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഐ വൈയുമാണ്. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? അപ്പൊ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എന്ത് എഴുതാം? ന്യൂമറേറ്ററിൽ 1 പ്ലസ് എക്സ് മൈനസ് ഐ വൈ ആണ്. ഡിനോമിനേറ്ററിലാണ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഫോം. സോ എ എന്താണ്? 1 പ്ലസ് എക്സ് ദ ഹോൾ സ്ക്വയർ മൈനസ് ബി എന്താ? ഐ വൈ ദ ഹോൾ സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടുന്നു? 1 പ്ലസ് എക്സ് മൈനസ് ഐ വൈ ഡിവൈഡഡ് ബൈ ഐ വൈ ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എന്താണ്? മൈനസ് വൈ സ്ക്വയർ അല്ലേ? അപ്പൊ മൈനസും കൂടെ എന്താവുന്നു? പ്ലസ് ആണ്. അപ്പൊ പ്ലസ് വൈ സ്ക്വയർ എന്നായിരുന്നു. ഓക്കെ, ക്ലിയർ? ഇനിയിപ്പോ ഇവിടെ നമുക്ക് നോക്കൂ, ഇവിടെ ഡിനോമിനേറ്ററിൽ ഐയുടെ ടൈം മാറിയില്ലേ? ഡിനോമിനേറ്ററിൽ ഐ കമ്പണന്റ് ഉണ്ടോ? ഇല്ല. അപ്പൊ ഇങ്ങനെ ഡിനോമിനേറ്റർ അത് കളയാനായിട്ടാണ് നമ്മൾ കോൺജുഗേറ്റ് എടുത്തിട്ട് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പൊ ഇതിൽ നമുക്ക് റിയൽ പാർട്ട് എങ്ങനെ എഴുതാം? അപ്പൊ ഇവിടെ നോക്കൂ നിങ്ങൾ, ഈ 1 പ്ലസ് എക്സ് ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് പറയുന്നത് ഈ മുകളിലുള്ള 1 പ്ലസ് എക്സിനും കോമൺ ആണ്, ഈ വൈക്കും കോമൺ. അപ്പൊ അത് എനിക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പറ്റില്ല. അതായത് 1 പ്ലസ് എക്സ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് എക്സ് ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് എഴുതാം. പ്ലസ് അടുത്ത ടൈം വരുമ്പോൾ മൈനസ് ഐ വൈ ഡിവൈഡഡ് ബൈ 1 പ്ലസ് എക്സ് ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് എഴുതാം. ഓക്കെ ആണോ? നോക്കിയിട്ട് പറയും. അപ്പൊ നമുക്ക് എന്ത് കിട്ടുന്നു? നമ്മുടെ റിയൽ പാർട്ട് എന്താണ് ഇവിടെ? ഐ ഇല്ലാത്ത ടൈം യു ഓഫ് എക്സ് കോമ വൈ എന്ന് പറഞ്ഞ് എന്ത് കിട്ടുന്നു? 1 പ്ലസ് എക്സ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് എക്സ് ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് കിട്ടുന്നു. ഇമാജിനറി പാർട്ട് വി ഓഫ് എക്സ് വൈ എന്ത് കിട്ടുന്നു? മൈനസ് വൈ ഡിവൈഡഡ് ബൈ 1 പ്ലസ് എക്സ് ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, ഇനി നമ്മൾ അവർ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ പോയിന്റ് കണ്ടു. അതായത് ഈ പോയിന്റിലുള്ള ഒരു പോയിന്റ് തന്നിട്ടുണ്ട്. എന്തായിരുന്നു പോയിന്റ്? പോയിന്റ് എന്തായിരുന്നു? Z is equal to 1/2 plus 4i. ഓക്കെ, അപ്പോൾ Z is equal to 1/2 plus 4i അല്ലല്ലോ. Z is equal to 1 minus i അല്ലേ? Z is equal to 1 minus i. ഈ പോയിന്റിലുള്ള വാല്യൂ ആണ്. ഇപ്പൊ Z is equal to 1 minus i എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നിന്നും എക്സിന്റെ വാല്യൂ എന്താണ്? വൈയുടെ വാല്യൂ എന്താണ്? എക്സ് എന്താ? 1 ആണ്. വൈ എന്താണ്? -1 അല്ലേ? അല്ലേ? ആണോ? പറയൂ, നോക്കിയിട്ട് പറയൂ. Z is equal to 1 minus i ൽ റിയൽ പാർട്ട് എക്സ് എന്താണ്? 1 ആണ്. ഇമാജിനറി പാർട്ട് എന്താ? -1. ക്ലിയർ ആണോ? ഇപ്പൊ Z is equal to 2 plus 3i എന്നുണ്ടെങ്കിൽ ഇതിനകത്ത് റിയൽ പാർട്ട് നിങ്ങൾ എക്സ് എന്നല്ലേ സൂചിപ്പിക്കുന്നതാണോ? റിയൽ പാർട്ടിന്റെ വാല്യൂ അപ്പൊ 2 എന്ന് കിട്ടുന്നു, ഇമാജിനറി പാർട്ട് 3 എന്ന് കിട്ടുന്നു. അതേപോലെയാണ് ഞാൻ ഇവിടെ എഴുതിയേക്കുന്നത്. Z is equal to 1 minus i ൽ നിന്നും എക്സിന്റെ വാല്യൂ എന്താണ്? റിയൽ പാർട്ടിന്റെ വാല്യൂ എന്താണ്? 1 ആണ്. വൈയുടെ വാല്യൂ എന്താണ്? -1 ആണ്. അപ്പൊ യു ഓഫ് എക്സ് കോമ വൈയിൽ കൊണ്ടുപോയി യു ഓഫ് 1 കോമ -1 കണ്ടേ. അപ്പൊ എന്ത് കിട്ടുന്നു? എക്സിന്റെ അവിടെ 1 കൊടുക്കണം, വൈയുടെ അവിടെ -1 കൊടുക്കുക. 1 പ്ലസ് എക്സിന്റെ അവിടെ 1 കൊടുത്തു ഡിവൈഡഡ് ബൈ 1 പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ പ്ലസ് -1 സ്ക്വയർ. അപ്പൊ എന്ത് കിട്ടുന്നു? 1 പ്ലസ് 1 2 ഡിവൈഡഡ് ബൈ 1 പ്ലസ് 1 2 സ്ക്വയർ 4 പ്ലസ് 1 5. ക്ലിയർ ആണോ? ഇനി ഇതേപോലെ തന്നെ വി ഓഫ് 1 കോമ -1 കാണും. അപ്പൊ വൈയുടെ അവിടെ എന്ത് കൊടുക്കുക? -1 എടുക്കുക. ഓൾറെഡി ന്യൂമറേറ്ററിൽ ഒരു മൈനസ് ഉണ്ട്, അതിന്റെ കൂടെ വൈയുടെ മൈനസും കൂടെ വരുമ്പോൾ 1 ആയി മാറുന്നു അല്ലേ? ക്ലിയർ ആണോ? ഡിനോമിനേറ്റർ എന്തുണ്ട്? 1 പ്ലസ് എക്സിന്റെ അവിടെ 1 കൊടുക്കുന്നു. അപ്പൊ 1 പ്ലസ് 1 2 സ്ക്വയർ പ്ലസ് -1 സ്ക്വയർ 1 ആണ്. അപ്പൊ എന്ത് കിട്ടുന്നു? 1/2 സ്ക്വയർ 4 ആണ്. 4 പ്ലസ് 1 അതായത് 1/5 എന്ന് കിട്ടും. ഇനി നമ്മുടെ അടുത്ത് അവർ പറഞ്ഞിട്ടുണ്ട് എഫ് അറ്റ് Z is equal to 1 minus i എന്ന് പറയുന്നത്. അതായത് എഫ് ഓഫ് 1 minus i കാണുക. എഫ് ഓഫ് 1 minus i എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ കാണുന്നത്? 1/1 പ്ലസ് ഇസഡിന്റെ അവിടെ കൊണ്ടുപോയി 1 minus i കൊടുക്കുന്നു. ഇറ്റ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടുന്നു? 1 ഇവിടെ റിയൽ പാർട്ട് എന്തുണ്ട്? ഒരു 1 ഉണ്ട്, പിന്നെ ഒരു +1 ഉണ്ട്. അപ്പൊ 2 minus i എന്ന് കിട്ടുന്നു. ഇനി എന്താ ചെയ്യേണ്ടത്? ഇതിന്റെ കോൺജുഗേറ്റ് എടുത്ത് നമ്മൾ ഡിനോമിനേറ്റർ ന്യൂമറേറ്റർ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ എന്താ ഇതിന്റെ കോൺജുഗേറ്റ്? 2 പ്ലസ് ഐന്റെ കോൺജുഗേറ്റ് എന്താ? 2 മൈനസ് ഐന്റെ കോൺജുഗേറ്റ് എന്താ? 2 പ്ലസ് ഐ ഡിവൈഡഡ് ബൈ 2 പ്ലസ് ഐ. അപ്പൊ ആൻസർ എന്ത് കിട്ടുന്നു? 2 പ്ലസ് ഐ ഡിവൈഡഡ് ബൈ ഇത് കണ്ടോ?
ഇത് എ മൈനസ് ബി ആണ്, ഇതെന്താണ് എ പ്ലസ് ബി ആണ്. അപ്പൊ എന്താണ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഫോം അല്ലേ? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്താ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. എ എന്താണ് 2 ആണ്, 2ന്റെ സ്ക്വയർ മൈനസ് എന്താണ് ഐന്റെ സ്ക്വയർ. ഓക്കെ ആണ്. അപ്പൊ എന്ത് കിട്ടുന്നു 2 പ്ലസ് ഐ ഡിവൈഡഡ് ബൈ 4 പ്ലസ് 1, അതായത് 2 പ്ലസ് ഐ ഡിവൈഡഡ് ബൈ 5 എന്ന് കിട്ടുന്നു. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഇത് സ്പ്ലിറ്റ് ചെയ്ത് നമുക്ക് എഴുതാൻ എങ്ങനെ എഴുതാം? 2/5 പ്ലസ് 1/5 ഐ എന്ന് എഴുതാം. ഓക്കെ, ക്ലിയർ. നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഫൈൻഡ് ദ റിയൽ പാർട്ട് ആൻഡ് ഇമാജിനറി പാർട്ട് ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് ഇസഡ് ഇസ് ഈക്വൽ ടു ഇസഡ് സ്ക്വയർ പ്ലസ് 3z. ഫൈൻഡ് ദെയർ വാല്യൂസ് അറ്റ് ഇസഡ് ഇസ് ഈക്വൽ ടു 1 പ്ലസ് 3i. ഓൾസോ ഫൈൻഡ് ദ വാല്യൂ ഓഫ് എഫ് അറ്റ് ഇസഡ് ഇസ് ഈക്വൽ ടു 1 പ്ലസ് 3i. ഇവിടെ നമുക്ക് റിയൽ പാർട്ട് ഇമാജിനറി പാർട്ട് കാണാനാണ്. നമ്മുടെ എഫ് ഓഫ് ഇസഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസഡ് സ്ക്വയർ പ്ലസ് 3z ആണ്. ഇസഡ് എവിടെയൊക്കെ ഉണ്ടോ അവിടെ നമ്മൾ എന്ത് കൊടുക്കുക? എക്സ് പ്ലസ് ഐ വൈ. അപ്പൊ എക്സ് പ്ലസ് ഐ വൈ ദ ഹോൾ സ്ക്വയർ പ്ലസ് 3 ഇൻറ്റു എക്സ് പ്ലസ് ഐ വൈ ആണ്. ഈ എക്സ് പ്ലസ് ഐ വൈ ദ ഹോൾ സ്ക്വയർ നമ്മൾ ആദ്യം തന്നെ പഠിക്കുന്നതല്ലേ? ഇസഡ് സ്ക്വയറിന്റെ റിയൽ പാർട്ട് ഇമാജിനറി പാർട്ടും പഠിക്കുന്നതല്ലേ? അപ്പൊ ഞാനത് എഴുതുവാണ്. എക്സ് പ്ലസ് ഐ വൈ ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ പഠിച്ചത്? എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ പ്ലസ് 2xy എന്നാണ് പഠിച്ചിട്ടുള്ളത്. പ്ലസ് 3നെ അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3x പ്ലസ് 3y എന്ന് കിട്ടുന്നു. ഇനി ഇവിടുത്തെ റിയൽ പാർട്ടുകൾ നോക്കാം. എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ പിന്നെ എന്തുണ്ട്? ഒരു പ്ലസ് 3x കൂടെ ഉണ്ട്. അപ്പൊ അതൊന്ന് ചെയ്യുക. ഇമാജിനറി പാർട്ട് നോക്കുക. അതിൽ നിന്ന് ഐ കോമൺ ആയിട്ട് എടുത്ത് വെളിയിൽ ഇട്ടിട്ട് വേണം എഴുതാൻ. അപ്പൊ ഇവിടെ എന്തുണ്ട്? 2xy ഉണ്ട് പ്ലസ് ഒരു 3y ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? നമ്മുടെ റിയൽ പാർട്ട് ഇമാജിനറി പാർട്ടും കിട്ടിയിട്ടുണ്ടല്ലോ. യു ഓഫ് എക്സ് കോമ വൈ എന്താണ്? എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ പ്ലസ് 3x എന്നും വി ഓഫ് എക്സ് കോമ വൈ എന്താണ്? 2xy പ്ലസ് 3y എന്ന് കിട്ടുന്നു. ഇനി നമ്മുടെ അടുത്ത് അവർ പറഞ്ഞിട്ടുണ്ട് z ഈസ് ഈക്വൽ ടു 1 പ്ലസ് 3iയിലുള്ള വാല്യൂ കാണുക. z ഈസ് ഈക്വൽ ടു 1 പ്ലസ് 3i എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്നും എക്സിന്റെ വാല്യൂ എന്താണ്? 1 എന്നും വൈയുടെ വാല്യൂ 3 എന്നും അല്ലേ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ യു ഓഫ് 1,3 കാണുന്നു, വി ഓഫ് 1,3 കാണുന്നു. യു ഓഫ് 1,3 എങ്ങനെ കാണുന്നത്? എക്സിന്റെ അവിടെ 1 കൊടുക്കുന്നു, വൈയുടെ അവിടെ 3 കൊടുക്കും. അപ്പൊ 1 മൈനസ് 3ന്റെ സ്ക്വയർ 9 പ്ലസ് 3 ഇൻറ്റു 1 3. 1 മൈനസ് 9 എന്താണ്? മൈനസ് 8 ആണ്. മൈനസ് 8 പ്ലസ് 3 എന്ത് കിട്ടുന്നു? മൈനസ് 5 എന്ന് കിട്ടുന്നു. വി ഓഫ് 1,3 എന്താണ്? 2 ഇൻറ്റു എക്സിന്റെ അവിടെ 1 കൊടുക്കുന്നു, വൈയുടെ അവിടെ 3 ഇൻറ്റു 3. അപ്പൊ എന്ത് കിട്ടുന്നു? 6 പ്ലസ് 9. അപ്പൊ എന്ത് കിട്ടുന്നു? 15. ഇനി നമ്മൾ അടുത്ത എന്താണ് കാണേണ്ടത്? എഫ് ഓഫ് 1 പ്ലസ് 3i കാണുക. അതായത് ഫൈൻഡ് ദ വാല്യൂ ഓഫ് എഫ് അറ്റ് ഇസഡ് ഈസ് ഈക്വൽ ടു 1 പ്ലസ് 3i അല്ലേ? അപ്പൊ എഫ് ഓഫ് 1 പ്ലസ് 3i. അപ്പൊ ഇസഡ് എവിടെയൊക്കെ ഉണ്ടോ അവിടെ നമ്മൾ എന്ത് കൊടുക്കുക? 1 പ്ലസ് 3i കൊടുക്കുക. അപ്പൊ 1 പ്ലസ് 3i ദ ഹോൾ സ്ക്വയർ. ഇസഡ് സ്ക്വയർ പ്ലസ് 3z അല്ലേ? അപ്പൊ 1 പ്ലസ് 3i ദ ഹോൾ സ്ക്വയർ പ്ലസ് 3 ഇൻറ്റു 1 പ്ലസ് 3i. ഇനി ഇത് എക്സ്പാൻഡ് ചെയ്തേ. 1 പ്ലസ് 3i ദ ഹോൾ സ്ക്വയർ എന്താണ്? എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ വെച്ചിട്ട് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 1ന്റെ സ്ക്വയർ പ്ലസ് 2ab. അപ്പൊ 2 ഇൻറ്റു 1 ഇൻറ്റു 3i പ്ലസ് 3i ദ ഹോൾ സ്ക്വയർ പ്ലസ് 3നെ അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3 പ്ലസ് 9i. അപ്പൊ 1 പ്ലസ് 6i 3i ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? 3ന്റെ സ്ക്വയർ 9 ആണ്. ഐന്റെ സ്ക്വയർ എന്താ? മൈനസ് 1 അല്ലേ? അപ്പൊ മൈനസ് 9 പ്ലസ് 3 പ്ലസ് 9i. റിയൽ പാർട്ട് നോക്കിയേ. 1 മൈനസ് 9 പ്ലസ് 3. 1 മൈനസ് 9 എന്താ? മൈനസ് 8. മൈനസ് 8 പ്ലസ് 3 എന്താ? മൈനസ് 5 പ്ലസ് 6i പ്ലസ് 9i എന്ത് കിട്ടുന്നു? 15i എന്ന് കിട്ടുന്നു. രണ്ട് സെയിം അല്ലേ? റിയൽ പാർട്ട് മൈനസ് 5 കിട്ടി, ഇമാജിനറി പാർട്ട് 15 കിട്ടി. ഇതൊരു ഹോംവർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദ റിയൽ പാർട്ട് ആൻഡ് ഇമാജിനറി പാർട്ട് ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് ഇസഡ് ഈസ് ഈക്വൽ ടു ഇസഡ് മൈനസ് 1 ഡിവൈഡഡ് ബൈ ഇസഡ് പ്ലസ് 1. ഓൾസോ ഫൈൻഡ് their values at z is equal to 2i. ഓൾസോ ഫൈൻഡ് എഫ് ഓഫ് 2. ഇവിടെ കണ്ടോ? z is equal to 2i എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ z is equal to 0 plus 2i എന്നാ മീനിങ്. അതായത് റിയൽ പാർട്ട് 0 ആണ്. കോർഡിനേറ്റ് ആയിട്ട് എഴുതുമ്പോൾ 0,2 എന്ന് വരും. എക്സിന്റെ വാല്യൂ 0യും വൈയുടെ വാല്യൂ 2 ആണ് വരുന്നത്. ഓക്കെ, ക്ലിയർ. ഇനി ഇത് ചെയ്യേണ്ട എങ്ങനെയാണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. എഫ് ഓഫ് ഇസഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസഡ് മൈനസ് 1 ഡിവൈഡഡ് ബൈ ഇസഡ് പ്ലസ് 1 ആണ്. ഇത് നമുക്ക് ഇവിടെ നമ്മൾ എന്താണ്? ഇസഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് പ്ലസ് ഐ വൈ ആണ്. മൈനസ് 1 ഡിവൈഡഡ് ബൈ ഇതെന്താണ്? എക്സ് പ്ലസ് ഐ വൈ പ്ലസ് 1 ആണ്.
ഇങ്ങനെ വരുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ ഡിനോമിനേറ്റർ ഉള്ള ടേമിന്റെ കോഞ്ചുഗേറ്റ് എടുത്ത് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്യണമെന്നാണ് പഠിച്ചിട്ടുള്ളത്. അപ്പൊ ഇത് ഞാൻ ഒന്നുകൂടെ എഴുതുന്നു, എക്സ് പ്ലസ് ഐ വൈ മൈനസ് 1. ഓക്കെ, ഇത് എഴുതുന്നതിന് മുന്നേ നമുക്കിവിടെ ഇതിങ്ങനെ എഴുതിയിട്ട് ഓക്കെ. ഡിനോമിനേറ്ററിലേത് ഞാൻ അറേഞ്ച് ചെയ്ത് എഴുതാം. റിയൽ പാർട്ട് നോക്കൂ, എക്സും ഉണ്ട് ഒരു 1 ഉണ്ട്, അപ്പോൾ ഒന്നിച്ച് എഴുതാം. എക്സ് പ്ലസ് 1 പ്ലസ് ഐ വൈ ആണ്. ഇനി ഈ ഡിനോമിനേറ്റർ ഉള്ള ടേമിന്റെ കോഞ്ചുഗേറ്റ് എടുത്താണ് മുകളിലും താഴെ മൾട്ടിപ്ലൈ. അപ്പൊ എന്താണ്, എക്സ് പ്ലസ് 1 മൈനസ് ഐ വൈ മൾട്ടിപ്ലൈ ചെയ്യണം. എക്സ് പ്ലസ് 1 മൈനസ് ഐ വൈ താഴെ മൾട്ടിപ്ലൈ. ഇനി നമ്മൾ ഇത് ബ്രാക്കറ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓരോ ടൈമിനെ മൾട്ടിപ്ലൈ, എക്സിനെ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, എക്സിനെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, എക്സിനെ മൈനസ് ഐ വൈ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇനി അടുത്തത് ഈ ഐ വൈനെ ഇതേപോലെ എക്സ് കൊണ്ടും 1 കൊണ്ടും മൈനസ് ഐ വൈ കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യണം. ഇനി അടുത്തത് 1നെ നമ്മൾ എക്സ് കൊണ്ട് ചെയ്യണം, മൈനസ് 1നെ നമ്മൾ എക്സ് കൊണ്ട് ചെയ്യണം, മൈനസ് 1നെ നമ്മൾ 1 കൊണ്ട് ചെയ്യണം, മൈനസ് 1നെ നമ്മൾ മൈനസ് ഐ വൈ കൊണ്ട് ചെയ്യണം. ഓക്കെ, ഡിനോമിനേറ്റർ നോക്കി, ഇത് എ ആണ്, ഇത് ബി ആണ്. എ പ്ലസ് ബി എ മൈനസ് ബി അല്ലേ? അപ്പൊ എന്ത് കിട്ടുന്നു, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. ഡിനോമിനേറ്റർ അപ്പൊ എന്ത് കിട്ടുന്നു, എക്സ് പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ പ്ലസ് എന്ത് കിട്ടും, വൈ സ്ക്വയർ എന്ന് കിട്ടും. മൈനസ് ഐ വൈ ദ ഹോൾ സ്ക്വയർ ആണ്, അതായത് എക്സ് പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ മൈനസ് ഐ വൈ ദ ഹോൾ സ്ക്വയർ എന്ന് വരുന്നു. അതിൽ നിന്നുമാണ് എക്സ് പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് കിട്ടുന്നത്. ഇനി ഇത് നിങ്ങൾ സോൾവ് ചെയ്തിട്ട് ആൻസർ പറഞ്ഞാൽ മതി. ഓക്കെ, മനസ്സിലായല്ലോ? ക്ലിയർ ആണോ? ബാക്കി നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. ഇതൊന്നും ചോദിക്കത്തൊന്നുമില്ല, ഇത്രയും വലിയതൊന്നും ചോദിക്കത്തൊന്നുമില്ല. നമുക്ക് 3 മാർക്കിന് ഞാൻ മുമ്പേ ചെയ്ത പോലത്തെ മോഡലുള്ളത് ചോദിക്കുന്നത്. ഇത് പിന്നെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് ഉള്ളത് കൊണ്ട് ഞാൻ ചെയ്യിപ്പിക്കുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമ്മുടെ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ നാളെ ക്ലാസ്സിന്റെ ഡീറ്റെയിൽസ് ഞാൻ ഗ്രൂപ്പിനകത്ത് പറയാവേ. ഓക്കെ, എന്തായാലും ഒരു 9:15 ആകുമ്പോഴത്തേക്ക് റെഡി ആയിരിക്കും. 9:15 ഞാൻ മാക്സിമം ക്ലാസ് വെക്കാം. അപ്പൊ നാളെ നമുക്ക് ലിമിറ്റ്, കണ്ടിന്യൂറ്റി, ഡിഫറൻഷ്യബിലിറ്റി അങ്ങ് പഠിപ്പിക്കാം. ഓക്കെ, ലെഫ്റ്റ് ആയിരിക്കും. താങ്ക് യു.